സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 29 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 10, ഷോർട്ട് ലിസ്റ്റ് 10 ഉൾപ്പെടെ 20 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ അറിയിപ്പ് 8, അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പ് 1. ആദ്യം റാങ്ക് ലിസ്റ്റ്. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ഡെപ്യൂട്ടി എഞ്ചിനീയർ മെക്കാനിക്കൽ പാർട്ട് സെക്കൻഡ് സൊസൈറ്റി കാറ്റഗറി നമ്പർ 219/2021. അടുത്ത റാങ്ക് ലിസ്റ്റ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ഡെപ്യൂട്ടി എഞ്ചിനീയർ മെക്കാനിക്കൽ പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി നമ്പർ 218/2021. അടുത്ത റാങ്ക് ലിസ്റ്റ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് പേഴ്സണൽ ഓഫീസർ കാറ്റഗറി നമ്പർ 147/2022. അടുത്ത റാങ്ക് ലിസ്റ്റ് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് ഇലക്ട്രീഷ്യൻ കാറ്റഗറി നമ്പർ 195/2023. അടുത്ത റാങ്ക് ലിസ്റ്റ് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മലപ്പുറം ജില്ലയിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എക്സ് സർവീസ് മെൻ ഒൺലി. അടുത്തതും ഒരു റാങ്ക് ലിസ്റ്റാണ്. കേരള മുനിസിപ്പൽ കോമൺ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എറണാകുളം ജില്ലയിലേക്ക് ലൈബ്രറിയൻ ഗ്രേഡ് 4 കാറ്റഗറി നമ്പർ 494/2020. അടുത്ത റാങ്ക് ലിസ്റ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോഴിക്കോട് ജില്ലയിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദു കാറ്റഗറി നമ്പർ 196/2023. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലേക്ക് ഡെപ്യൂട്ടി മാനേജർ പ്രൊഡക്ഷൻ കാറ്റഗറി നമ്പർ 406/2022. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലെ ഡെപ്യൂട്ടി മാനേജർ പ്രൊഡക്ഷൻ കാറ്റഗറി നമ്പർ 406/2022 എന്ന തസ്തികയ്ക്കായി 13/11/2024 നടത്തുവാൻ തീരുമാനിച്ചിരുന്ന അഭിമുഖം അന്നേ ദിവസം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മാറ്റിവെച്ചിരുന്നു. പ്രസ്തുത ദിവസം നടത്താൻ നിശ്ചയിച്ചിരുന്ന 29 ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം 12/12/2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തിരുവനന്തപുരത്തുള്ള ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. പ്രസ്തുത ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കുള്ള ഇൻ്റർവ്യൂ മെമ്മോ ടിയാൻ്റെ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതും അതോടൊപ്പമുള്ള വ്യക്തിവിവരക്കുറിപ്പ് പൂരിപ്പിച്ച് ഡോക്യുമെൻറ്റുകളുടെ അസൽ പ്രമാണങ്ങളുമായി ഹാജരാകേണ്ടതുമാണ്. ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിലെ CR ഫസ്റ്റ് വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 86/2021. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈഡ്രോഗ്രാഫിക് സർവേയിലേക്ക് അസിസ്റ്റൻ്റ് മറൈൻ സർവേയർ കാറ്റഗറി നമ്പർ 603/2023. അടുത്തതും ഒരു ഷോർട്ട് ലിസ്റ്റാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊല്ലം ജില്ലയിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 590/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കാറ്റഗറി നമ്പർ 426/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 74 ലിസ്റ്റിലാകെ 182 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 74 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊല്ലം ജില്ലയിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 705/2023. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആലപ്പുഴ ജില്ലയിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സാൻസ്ക്രിറ്റ് കാറ്റഗറി നമ്പർ 136/2023.
അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കൊല്ലം ജില്ലയിലേക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോറസ്റ്റ് ഡ്രൈവർ ഫസ്റ്റ് NCA LC ബാർ A വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 703/2021. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കൊല്ലം ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോറസ്റ്റ് ഡ്രൈവർ ഫസ്റ്റ് NCA SC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 701/2021. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. പാലക്കാട് ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 479/2023. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ജൂനിയർ മാനേജർ ക്വാളിറ്റി അഷുറൻസ് കാറ്റഗറി നമ്പർ 308/2022. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ജൂനിയർ മാനേജർ ക്വാളിറ്റി അഷുറൻസ് കാറ്റഗറി നമ്പർ 308/2022 എന്ന തസ്തികയ്ക്കായി 13/11/2024 നടത്താൻ തീരുമാനിച്ചിരുന്ന അഭിമുഖം അന്നേ ദിവസം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മാറ്റിവെച്ചിരുന്നു. പ്രസ്തുത ദിവസം നടത്താൻ നിശ്ചയിച്ചിരുന്ന 25 ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം 11/12/2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തിരുവനന്തപുരത്തുള്ള ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. പ്രസ്തുത ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കുള്ള ഇൻ്റർവ്യൂ മെമ്മോ ടിയാൻ്റെ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതും അതോടൊപ്പമുള്ള വ്യക്തിവിവരക്കുറിപ്പ് പൂരിപ്പിച്ച് ഡോക്യുമെൻറ്റുകളുടെ അസൽ പ്രമാണങ്ങളുമായി ഹാജരാകേണ്ടതുമാണ്. ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിലെ CR ഫസ്റ്റ് വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. അടുത്തതും ഒരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെഡിക്കൽ ഓഫീസർ കാറ്റഗറി നമ്പർ 483/2022. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ കാറ്റഗറി നമ്പർ 483/2022 എന്ന തസ്തികയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള 13/11/2024 മാറ്റിവെച്ച ഇൻ്റർവ്യൂ 12/12/2024 9:30-നും 12 മണിക്കും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് അഭിമുഖത്തിന് ഹാജരാക്കേണ്ടതുമാണ്. അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ GR 5 വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471254649. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കൊല്ലം ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോറസ്റ്റ് ഡ്രൈവർ ഫസ്റ്റ് NCA മുസ്ലിം വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 702/2021. അടുത്ത ഷോർട്ട് ലിസ്റ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാബ് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 589/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 48.67. ലിസ്റ്റിലാകെ 91 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 30 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് HTV എക്സ് സർവീസ്മാൻ സെക്കൻഡ് NCA SC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 480/2022. ഇതൊരു നിൽ നോട്ടിഫിക്കേഷനാണ്. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 535/2023. ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകൾ കാറ്റഗറി നമ്പർ 535/2023 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പിനായി 7/12/2024 ശനിയാഴ്ച 1:30 മുതൽ 3:30 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള OMR പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്.
ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ ഐ.ഡിയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്ന് അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജസിലേക്ക് അസോസിയേറ്റ് പ്രൊഫസർ ഇൻ പ്രാക്ടീസ് ആൻഡ് മെഡിസിൻ, പതോളജി ആൻഡ് മൈക്രോബയോളജി, സർജറി ആൻഡ് ഫിസിയോളജി, ബയോകെമിസ്ട്രി. കാറ്റഗറി നമ്പർ 168, 174, 177, 178/2023. ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജുകളിലെ അസോസിയേറ്റ് പ്രൊഫസർ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി, കാറ്റഗറി നമ്പർ 178/2023. സർജറി, കാറ്റഗറി നമ്പർ 174/2023. പതോളജി ആൻഡ് മൈക്രോബയോളജി, കാറ്റഗറി നമ്പർ 177/2023. പ്രാക്ടീസ് ഓഫ് മെഡിസിൻ, കാറ്റഗറി നമ്പർ 168/2023 എന്നീ തസ്തികകളുടെ ഇൻ്റർവ്യൂ 4/12/2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, SMS എന്നിവ അയച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതും അതോടൊപ്പമുള്ള വ്യക്തിവിവരക്കുറിപ്പ് പൂരിപ്പിച്ച് ഹാജരാക്കേണ്ടതുമാണ്. അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ GR ഫസ്റ്റ് C വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125463225. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഒട്ടോറിനോലാറിംഗോളജി, ഹെഡ് ആൻഡ് നെക്ക്, ENT, കാറ്റഗറി നമ്പർ 567/2023. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഒട്ടോറിനോലാറിംഗോളജി, ഹെഡ് ആൻഡ് നെക്ക്, ENT, കാറ്റഗറി നമ്പർ 567/2023 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റർവ്യൂ 4/12/2024, 5/12/2024 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ നിന്ന് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അഭിമുഖത്തിന് 3 ദിവസം മുമ്പ് വരെ അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ GR 10 സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464338. PSC വെബ്സൈറ്റിലെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, അനൗൺസ്മെൻറ്റ് ലിങ്കുകൾ പരിശോധിക്കേണ്ടതാണ്. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നെഫ്രോളജി, ഫസ്റ്റ് NCA OBC വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 208/2024. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നെഫ്രോളജി, ഫസ്റ്റ് NCA OBC വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 208/2024 എന്ന തസ്തികയിലേക്കുള്ള അഭിമുഖം 4/12/2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ മെമ്മോ, ഓൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, വ്യക്തി വിവരക്കുറിപ്പ് എന്നിവ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അറിയിപ്പ് ലഭിക്കാത്ത പക്ഷം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ GR ഫസ്റ്റ് A വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464448. PSC വെബ്സൈറ്റ്, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, അനൗൺസ്മെൻറ്റ് ലിങ്കുകൾ എന്നിവ പരിശോധിക്കേണ്ടതാണ്. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ്, കാറ്റഗറി നമ്പർ 262/2022. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ്, കാറ്റഗറി നമ്പർ 262/2022 എന്ന തസ്തികയ്ക്കായി 13/11/2024 നടത്താൻ തീരുമാനിച്ചിരുന്ന അഭിമുഖം അന്നേ ദിവസം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മാറ്റിവെച്ചിരുന്നു. പ്രസ്തുത ദിവസം
നടത്താൻ നിശ്ചയിച്ചിരുന്ന 30 ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം 11/12/2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തിരുവനന്തപുരത്തുള്ള ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. പ്രസ്തുത ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കുള്ള ഇൻ്റർവ്യൂ മെമ്മോ ടിയാൻ്റെ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതും അതോടൊപ്പമുള്ള വ്യക്തിവിവരക്കുറിപ്പ് പൂരിപ്പിച്ച് ഡോക്യുമെൻറ്റുകളുടെ അസൽ പ്രമാണങ്ങളുമായി ഹാജരാകേണ്ടതുമാണ്. ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിലെ CR ഫസ്റ്റ് വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ജനറൽ മാനേജർ പ്രൊജക്റ്റ് കാറ്റഗറി നമ്പർ 498/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 21.33. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതും ഒരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഓറൽ മാക്സിലോ ഫേഷ്യൽ സർജറി കാറ്റഗറി നമ്പർ 294/2023. കേരള മെഡിക്കൽ വിദ്യാഭ്യാസ സർവീസ് വകുപ്പിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി കാറ്റഗറി നമ്പർ 294/2023 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അഭിമുഖം 2024 ഡിസംബർ മാസം 4, 5 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ ബഹുമാനപ്പെട്ട പബ്ലിക് സർവീസ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ മെമ്മോ, വ്യക്തിവിവരക്കുറിപ്പ്, അപ്പൻഡിക്സ് 28 ബയോഡേറ്റ, ഓൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് മെമ്മോയിൽ പറയുന്ന സ്ഥലത്തും സമയത്ത് ഹാജരാകേണ്ടതാണ്. അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ GR 6 വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471254636. PSC വെബ്സൈറ്റിലെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, അനൗൺസ്മെൻറ്റ് ലിങ്കുകൾ എന്നിവയിലും ഇൻ്റർവ്യൂ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണ്. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ ഇംഗ്ലീഷ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി. ഹെഡ് ഓഫീസിൽ നിന്നും കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോൺ വൊക്കേഷണൽ ടീച്ചർ ഫിസിക്സ് ജൂനിയർ. പത്തനംതിട്ട ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2. കോട്ടയം ജില്ലയിലേക്ക് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വർക്ക് സൂപ്രണ്ടൻറ്റ് കാറ്റഗറി നമ്പർ 498/2020. കോട്ടയം ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 517/2019. ഹെഡ് ഓഫീസിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോൺ വൊക്കേഷണൽ ടീച്ചർ ബയോളജി ജൂനിയർ. കോട്ടയം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 516/2019. കൊല്ലം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. ഹെഡ് ഓഫീസിൽ നിന്നും കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോൺ വൊക്കേഷണൽ ടീച്ചർ ഹിസ്റ്ററി ജൂനിയർ. ഹെഡ് ഓഫീസിൽ നിന്നും കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഒള്ളി. തൃശ്ശൂർ ജില്ലയിലേക്ക് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നേഴ്സ് ഗ്രേഡ് 2 ഹോമിയോ. ഹെഡ് ഓഫീസിൽ നിന്നും പ്രിസൺസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. ഹെഡ് ഓഫീസിൽ നിന്നും കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി സീനിയർ. ബൈ ട്രാൻസ്ഫർ ഫ്രം LP UP സ്കൂൾ ടീച്ചർ ഇൻ കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. കൊല്ലം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. ഹെഡ് ഓഫീസിൽ നിന്നും കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോൺ വൊക്കേഷണൽ ടീച്ചർ സീനിയർ. ബൈ ട്രാൻസ്ഫർ ഫ്രം ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് കെമിസ്ട്രി. പത്തനംതിട്ട ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇലക്ട്രീഷ്യൻ.
കോഴിക്കോട് ജില്ലയിലേക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. കോഴിക്കോട് ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് സെക്കൻഡ്. കണ്ണൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി. കോട്ടയം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ക്ലർക്ക്. കാറ്റഗറി നമ്പർ 103/2019. കോട്ടയം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. കാറ്റഗറി നമ്പർ 725/2022, 726/2022. ഹെഡ് ഓഫീസിൽ നിന്ന് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പെയിൻറ്റർ. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള പോലീസ് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ടെലികമ്മ്യൂണിക്കേഷൻസ്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം ST only. ഹെഡ് ഓഫീസിൽ നിന്നും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജിയോളജിക്കൽ അസിസ്റ്റൻറ്റ്. ഹെഡ് ഓഫീസിൽ നിന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മോർച്ചറി ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST only. ഹെഡ് ഓഫീസിൽ നിന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പോളിടെക്നിക്സ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് HTV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് HTV. എറണാകുളം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. ഹെഡ് ഓഫീസിൽ നിന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ റേഡിയോ തെറാപ്പി. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.